കല്യാണം മുഖ്യ പ്രമേയമായിട്ടുള്ളതോ കഥാഗതിയിൽ കല്യാണഘോഷങ്ങളുള്ളതോ ഇതൊന്നുമല്ലാതെ കല്യാണശേഷം രണ്ടുപേരുടെ ജീവിതത്തിൽ നടക്കുന്നതുമായ സംഭവവികാസങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾ നിരവധി വന്നിട്ടുണ്ട് മലയാളത്തിൽ. അതിൽ തമാശ പടങ്ങളുമുണ്ട്, സീരീസ് പടങ്ങളുമുണ്ട്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു വിവാഹാഘോഷത്തിലേക്ക് പ്രേക്ഷകർ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഗുരുവായൂരമ്പലനട എന്ന ചിത്രത്തിലൂടെ സംവിധായകൻ ബിപിൻ ദാസും തിരക്കഥാകൃത്ത് ദീപു പ്രദീപും ചേർന്ന്. വിവാഹം എന്ന ആഘോഷം ഓരോ ഫ്രെയിമിലും നിറഞ്ഞു നിൽക്കുന്ന ചിത്രമാണ് ഗുരുവായൂരമ്പലനടയിൽ. ബിനു രാമചന്ദ്രന്റെയും അഞ്ജലിയുടെയും വിവാഹമാണ് സിനിമയുടെ പശ്ചാത്തലം. സിനിമ തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നതുവരെ ഇവരുടെ വിവാഹം മാത്രമാണ് രസച്ചരട് മുറിയാതെ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുക. ഓരോ കഥാപാത്രങ്ങളും സംസാരിക്കുന്നത് പോലും വിവാഹത്തെക്കുറിച്ചാണ്. പ്രേക്ഷകർ ഓരോരുത്തരും ഒരു വിവാഹ വീട്ടിൽ എത്തിപ്പെട്ട പ്രതീതി സൃഷ്ടിച്ചിരിക്കുകയാണ് ടീം ഗുരുവായൂരമ്പലനടയിൽ. ആനന്ദൻ, ബിനു രാമചന്ദ്രൻ എന്നിവരാണ് മുഖ്യ കഥാപാത്രങ്ങൾ. ആനന്ദന്റെ സഹോദരി അഞ്ജലിയെയാണ് ബിനു വിവാഹം കഴിക്കുന്നത്. ആനന്ദനും ഭാവി അളിയൻ ബിനുവും തമ്മിലുള്ള അല്പം കൗതുകരമായ സ്നേഹബന്ധമാണ് സിനിമയുടെ കാതൽ. ഇരുവരും തമ്മിലുള്ള ഈ ബന്ധമാണ് സിനിമയെ മുന്നോട്ട് നയിക്കുന്നതും പ്രേക്ഷകരിൽ പൊട്ടിച്ചിരി ഉണ്ടാക്കാനുള്ള മുഖ്യ കാരണമാണെന്നും ഇത് തന്നെ. തന്റെ കഴിഞ്ഞ ചിത്രമായ ജയ ജയ ഹേ അല്പം നായിക കേന്ദ്രീകൃതമായ ചിത്രമായിരുന്നെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമാണ് ബിപിൻ ദാസ് ഗുരുവായൂരമ്പലനടയിൽ ഒരുക്കിയിരിക്കുന്നത്. പഴയ പ്രിയദർശൻ സിനിമകളിൽ കണ്ടുവന്നിരുന്ന തരം ആൾക്കൂട്ടം നിറഞ്ഞ തമാശ രംഗങ്ങളും ഒരുപാട് ഹാസ്യതാരങ്ങളും സാന്നിധ്യവും സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെല്ലാം ക്ലൈമാക്സിൽ ഒരുമിച്ച് വന്ന് തമാശ തീർക്കുന്നതെല്ലാം കുറച്ചധികം നാളെ മലയാളത്തിൽ വന്നിട്ട് സംഗതിയാണ് ഗുരുവായൂരമ്പലനടയുടെ ബിപിൻ ദാസ് ദീപു പ്രദീപും തിരികെ എത്തിച്ചിരിക്കുന്നത്. ചെറിയ സർപ്രൈസുകളും തഗ് തമാശകളും തുടങ്ങി പല ആവർത്തിയിലുള്ള ആഘോഷ നിമിഷങ്ങളാണ് ചിത്രം. നിഖില വിമൽ, അനുശ്വര രാജൻ, ജഗദീഷ്, ബൈജു, സിജു സണ്ണി, അശ്വിൻ സായ്ബോയ്, രേഖ, യോഗി ബാബു, ഇർഷാദ് കോട്ടയം, രമേശ് തുടങ്ങിയവർ മികച്ച പ്രകടനം കാഴ്ചവെച്ചു ചിത്രത്തിൽ.